ദാ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റ് മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതും ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിന്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളപ്പറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് വാനില എസൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു ഗ്രാമ്പും കൂടെ വരുമ്പോൾ. വീണ്ടും ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം കേക്ക് നിങ്ങൾക്ക് മൈദയിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള കേക്കിൽ പൊതുവെ പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആദ്യം 1/4 കപ്പ് ചേർത്തു. ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ്. ചെറിയ ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിംഗ് ചെയ്യണ്ട കേട്ടോ, കേക്ക് ഡെൻസ് ആയി പോവും. ലൈറ്റ് ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകുക. ഒരുപാട് ഒഴുകുന്ന ടൈപ്പ് അല്ല, ഒരല്പം തിക്കായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആദ്യം തന്നെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കുഴിയിലേക്കും എണ്ണ നല്ലപോലെ ആക്കിയതിന് ശേഷം ഓരോ കുഴിയിലേക്കും 1/4 ഭാഗത്തോളം മാത്രം കൂട്ടൊഴിച്ച് കൊടുക്കുക. 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതാ എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതുപോലെ ഒരു പഴയ തവ വെച്ച് അതിന്റെ മുകളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തവ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷമാണ് ഈ ഒരു പാൻ അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത്. മൂടി വെച്ച് കൊടുക്കാം. അതിന് നിങ്ങൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരമാകുമ്പോഴേക്കും നമ്മുടെ കേക്ക് പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. നോക്കുക, അതിന്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കേക്കിന്റെ റെസിപ്പിയാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്, കുട്ടികളുടെ ഡിമാൻഡ്സ് കൂടുതലായിരിക്കും. ആ ഒരു സമയത്തും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്നതാണ്. ഉണ്ടാക്കാനാണെങ്കിലും വളരെ സിമ്പിൾ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.